ആക്ച്വലി എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, സോ ഐ തോട്ട് ഐ ജസ്റ്റ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുകൊണ്ട് ഐ ജസ്റ്റ് സെൻഡ് ടെക്സ്റ്റ്. ഓക്കെ, നോട്ട് ലൈക്ക് നത്തിങ് എൽസ്. ഓക്കെ, ലൈക്ക് ഡോണ്ട് വേറെ ഒന്നും ചിന്തിക്കരുത്. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ചിൽ അറൗണ്ട് വിത്ത് ഇൻ ദ ടൗൺ. എന്തൊരു കള്ളനാ. കാലിക്കറ്റ് അങ്ങാണ്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ മെസ്സേജ് അയച്ചു, നിങ്ങളെ കാണാൻ നല്ല ക്യൂട്ടാണ്, നിങ്ങൾ മറ്റേ ഫ്രീ ആണെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരണം എന്നൊക്കെ തരത്തിലാണ് പുള്ളി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. ഫ്രണ്ടോട്ട് പോകുമ്പോൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നീ നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നോ, 3 BHK ഫ്ലാറ്റ് ആണുള്ളത്, നമുക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാം, ലൈക്ക് വി ക്യാൻ ഹാവ് ടൈം എന്നൊക്കെയാണ് ആര്യൻ പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like, you can go in the morning. You can call your friends also. And എനിക്ക് കുഴപ്പമൊന്നുമില്ല. Like, I'm okay with anything. ഏത് പെൺകുട്ടിക്കും ഒറ്റ പ്രാവശ്യം കണ്ട എന്നോട് ഇഷ്ടം തോന്നും. അതെന്റെ കുറ്റാണ്. ലോകത്തിന്റെ പോക്കിലുപരി ഈ ആൾക്കാരുടെ ഈ വൃത്തികെട്ട സ്വഭാവമാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഇന്ന് അത്രത്തോളം ഡെവലപ്ഡ് ആണോ? വി ഹാവ് ടു മെനി പെയ്ഡ് സെക്സ് ജോബ് ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഈ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ വല്ല ഫ്രസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഇനി അതല്ലാണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ വേൾഡിൽ അവൈലബിൾ ആണ്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അനുമോള് പറഞ്ഞത് വളരെ പരമാർത്ഥമായി മാറിയിരിക്കുവാണ്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അനുമോളെ വന്ന് കുറ്റം പറയുമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പുറത്തൊരു ഫ്യൂച്ചറുണ്ട്, നീ ഫ്യൂച്ചർ നശിപ്പിക്കാനല്ലേ ഇറങ്ങിയിരിക്കുന്നത്, എന്തെല്ലാം തെണ്ടിത്തരമായിരുന്നല്ലേ പറഞ്ഞുകൊണ്ട് കിടന്നത്. എന്തായാലും ഇതോടെ കൂടിയിട്ട് വളരെ വ്യക്തമായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. സാറേ, പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.